മനുഷ്യന്മാർക്ക് വരാവുന്നതിൽ ഏറ്റവും വൃത്തികെട്ട ഒരു അസുഖം എന്ന് വെച്ചാൽ അത് സംശയരോഗമാണ്. സംശയരോഗമുള്ള ഒരാൾ ദമ്പതികളായിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലൈഫ് തകർന്ന തന്നെ. കഴിഞ്ഞ ദിവസങ്ങൾ പാലക്കാട് നിന്നൊരു വാർത്ത കണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പൊടുന്നനെ മരിച്ചു. അങ്ങനെ തന്നെ ഭർത്താവ് ഭാര്യയുടെ മാതാപിതാക്കളെ വിളിച്ചു, ഭാര്യയ്ക്ക് ശ്വാസം മുട്ടലാണ്, മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷെ അന്വേഷണത്തിൽ മനസ്സിലായി ഈ ഭാര്യയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊന്നതാണ്. മാധ്യമങ്ങൾ പറയുന്നൊരു കാരണം ഇയാൾക്ക് സംശയരോഗമുണ്ട് എന്നുള്ളതാണ്. ഇയാൾ പറയുന്നത് എല്ലാ ഭാര്യയ്ക്ക് വേറൊരുത്തരുമായിട്ട് ബന്ധമുണ്ട്, കല്യാണം ഒരു വർഷമാവുന്നുള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെ ബന്ധം ഉണ്ടാകുമ്പോൾ എങ്ങനെ സഹിക്കാം? ഇത് പറ്റാ ഭാര്യയുടെ ജീവൻ തന്നെ ഇല്ലാതാക്കി. സംശയരോഗം നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ദമ്പതികൾക്കിടയിൽ ഉണ്ടെങ്കിൽ പിന്നെ ആ ലൈഫ് തകർന്നു എന്നുള്ള. രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ തലച്ചോറിൽ ഡൊഫമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ അമിതമായ വളർച്ചയാണ് ഇത്തരത്തിൽ സംശയരോഗമായിട്ട് മാറുന്നത്. അതിന് കൃത്യമായിട്ട് അതിനെ നിയന്ത്രിക്കുന്ന ഗുളികകളുണ്ട്. ആ ഗുളികകൾക്കൊപ്പം നല്ല കൗൺസിലിംഗ്, CBT പോലെയുള്ള കൗൺസിലിംഗ് തെറാപ്പികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ വലിയൊരു പരിഹാരമാണ്. എൻ്റെ അടുത്ത് ഇത്തരം കേസുകൾ കൗൺസിലിങ്ങിന് വരലുണ്ട്. നല്ലൊരളവിൽ കൃത്യമായുള്ള തെറാപ്പികളൊക്കെ ചെയ്ത ആളുകൾക്ക് വളരെ വലിയ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ രോഗത്തിന് പ്രധാന വെല്ലുവിളി, ഈ രോഗമുള്ള ഒരാൾ തനിക്ക് രോഗമുണ്ടെന്ന് സമ്മതിക്കില്ല. നിങ്ങളുടെ പങ്കാളി അങ്ങനെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു അനുഗ്രഹമാണ്. എങ്ങനെയെങ്കിലും ഒരു കൗൺസിലിങ്ങിന് പോവുകയും മരുന്ന് കഴിക്കേണ്ട ആവശ്യമാണെങ്കിൽ മരുന്ന് കഴിക്കാനും തയ്യാറായ സംശയരോഗം മാറാം. ഇനി നമ്മുടെ പങ്കാളിക്ക് സംശയരോഗമാണെന്ന് സമ്മതിക്കണില്ലെങ്കിൽ സംശയരോഗം ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാം. ഏത് കാര്യത്തിലാണ് ഭാര്യയുടെ സംശയരോഗം, പിന്നെ അത് അമിതമായിട്ട് എന്തിലും സംശയിക്കുന്നൊരു തോന്നലാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ചികിത്സ തേടുക. പിന്നെ ഈ സംശയരോഗമുള്ള ആളുകൾക്ക് താൻ സംശയിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ട്, തെളിവായിട്ടൊക്കെ തോന്നുകയും ചെയ്യും. തെളിയിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതൊരു വലിയ അസുഖമാണ് തിരിച്ചറിയുക. കൃത്യമായ കൗൺസിലിങ്ങിലൂടെ നമുക്കിത് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ അത്തരം കേസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല കൗൺസിലിങ്ങിന് സമീപിക്കുക. എൻ്റെ അടുത്ത് ഇത്രയും കൗൺസിലിങ്ങിനൊക്കെ വന്ന ഒരുപാട് കേസുകൾക്ക് മാറിയ ചരിത്രം ഉണ്ടായിട്ടുണ്ട്.